മാറാത്ത മനോഭാവമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മുൻകൂർ തീരുമാനിച്ചൊരു കാര്യമൊന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്നാണ്. അവിടെ തന്നെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ. നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അഥവാ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2016 MP ആയ സമയം മുതൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് ട്രൈബൽ മിനിസ്ട്രി തരൂ എന്നാണ്. 2016 രാജ്യസഭാ MP ആയപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അക്കാര്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി ഈ ട്രൈബൽ വകുപ്പ് ആര് ഭരിക്കണം എന്നുള്ളതാണ്. അത് ഉന്നത കുലജാതനായ ഒരാൾ ഭരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഭരിക്കാൻ ആവശ്യപ്പെടുന്നയാൾ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി ഉന്നത കുലജാതനാണെന്ന് സുരേഷ് ഗോപി തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രയോഗങ്ങളൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള, രാഷ്ട്രീയമായി തെറ്റായിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ, അത്യാവശ്യം ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ്, നിങ്ങളും വായിക്കുന്നവരാണ്. ഒരു 10-15 വർഷത്തിനകത്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഉന്നത കുലജാതൻ എന്ന് പ്രയോഗിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലില്ലല്ലോ. അതൊക്കെ ഒരു തെറ്റായ പ്രയോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അവിടെയാണ് ഈ രീതിയിലുള്ള പ്രയോഗം അദ്ദേഹം നടത്തുന്നത്. ഞാനെപ്പോഴും സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ചരിത്രബോധം, അതേപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ ബോധമൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ആശങ്ക ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഈ നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ആശയത്തെ കൂടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളൊരു ആശയം കൂടിയാണ്. ആ ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ പിൻപറ്റുന്നത് ഏത് ആശയമാണോ ആ ആശയവുമായി ബന്ധപ്പെട്ട സമീപനമായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാവുക. ഇപ്പം നമുക്കറിയാലോ, ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഉന്നത കുലജാതൻ എന്നൊരു വാക്ക് പ്രയോഗിക്കുമോ? കാരണം അയാൾ പിൻപറ്റുന്ന ആശയം അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അയാളെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി പിൻപറ്റുന്ന ആശയം ഇത്തരത്തിലുള്ള പ്രയോഗത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം BJPയുടെ രാഷ്ട്രീയ ആശയമാണ്. BJPയുടെ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള ആശയമാണ്. ആ ഹിന്ദുത്വ എന്ന ആശയത്തിനകത്ത് ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്, കീഴാളനുണ്ട്, ചണ്ടാളനുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ജാതി വ്യവസ്ഥയുണ്ട്. ആ ജാതി വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും ഈ പറയുന്ന ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാരെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. ആ ഒരു സമീപനം ഉണ്ടാകുന്നത് അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് BJPയുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ ആശയം എപ്പോഴും ബ്രാഹ്മണിക്കലാണ് എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്നാൽ അത് മറനീക്കി പുറത്തു വന്നൊരു രാഷ്ട്രീയ സന്ദർഭമുണ്ട്. എല്ലാവരും ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ സംസ്കാരത്തെ ഈ രാജ്യത്ത് സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്ന BJP എല്ലാ ഹിന്ദുക്കളെയും ഒരുപോലെ കാണുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചു. VP സിംഗ് സർക്കാരാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. എന്താണ് മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശ? അത് 27% സംവരണം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ, സർക്കാർ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് നൽകണം എന്നുള്ളതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശ. ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ഏതാണ്? ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളല്ലല്ലോ, മുസ്ലിങ്ങളല്ലല്ലോ, സിഖുകാരല്ലല്ലോ, പാഴ്സികളല്ലല്ലോ. ആ വിഭാഗം എന്ന് പറയുന്നത് ഈ ഹിന്ദു ഫോൾഡിനകത്ത് തന്നെ വരുന്ന വിഭാഗമാണെന്നേ. ആ ഹിന്ദു ഫോൾഡിനകത്ത് വരുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ സംവരണം നൽകണമെന്ന് പറഞ്ഞത് മണ്ഡൽ കമ്മീഷനാണ്. ആ ശുപാർശ നടപ്പാക്കാൻ ശ്രമിച്ചത് 1990 VP സിംഗ് ആണ്. അന്ന് അതിനെതിരായിട്ട് രാജ്യത്ത് പ്രക്ഷോഭം നടത്തിയത് ആരാ? BJP അല്ലേ? BJP അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, രാജീവ് ഗോസ്വാമി എന്ന് പറയുന്നൊരു ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ആത്മാഹൂതി ശ്രമം നടത്തിയത്? അങ്ങനെ രാജ്യത്ത് എത്ര ആത്മാഹൂതി ശ്രമങ്ങൾ നടന്നിരുന്നു? അന്നതൊരു വലിയ വിഷയമാക്കി BJP ഉയർത്തുകയും 1990 ആ സർക്കാർ നിലംപതിക്കുകയും ചെയ്തില്ല. VP സിംഗ് സർക്കാർ നിലംപതിക്കുകയും ചെയ്തില്ല. BJP അന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സർക്കാരാണ് VP സിംഗിൻ്റെത്. മണ്ഡൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ സർക്കാർ താഴത്തുപോയി. അപ്പോൾ ആ മണ്ഡൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത BJPയുടെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമല്ലേ? ഈ ഹിന്ദു സമുദായത്തിനകത്തുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്നുള്ളൊരു ശുപാർശ നടത്തിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനായിട്ട് BJP എന്തിനാണ് മുൻകൈ എടുത്തത്? BJPയുടെ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയം വളരെ വ്യക്തതയോടെ മറന്നേക്ക് പുറത്തു വന്നൊരു രാഷ്ട്രീയ സന്ദർഭമല്ലേ ഈ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ആ മനോഭാവത്തിലാണ് BJP ഉള്ളത്. ആ ആശയം പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉന്നത കുലജാതർ ഇപ്പോഴുമുണ്ട്. ആ ഉന്നത കുലജാതരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ആശയം പിൻപറ്റിയ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ ആയിട്ട് സ്വയം മനസ്സിലാക്കുകയും ഉന്നത കുലജാതരാണ് ഈ പറയുന്ന ട്രൈബലിനെയൊക്കെ നേരെയാക്കി എടുക്കേണ്ടതെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്ത് ഈ സംവരണം നടപ്പാക്കിയത് എന്തിനാണ്? യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ അധസ്ഥിതരായി പുറന്തള്ളപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക്
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ലേ സംവരണം എന്നൊരു ആശയം നമ്മൾ നടപ്പാക്കിയത്. ആ ആശയം നടപ്പാക്കുന്നതിന് എതിരായിട്ട് നിന്നിട്ടുള്ള പാർട്ടിയല്ലേ RSS എന്ന് പറയുന്നത്, സംവരണത്തിനെതിരല്ലേ RSS. അപ്പോൾ എന്താണ്, ഈ രാജ്യത്തെ പിന്നോക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും തുരങ്കം വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളത് ആർജിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം കേട്ടോ, അതുകൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ പുന്നമടക്കായൽ പോകുന്നത്. പുന്നമടക്കായൽ ഈ നെഹ്റു ട്രോഫി മത്സരമൊക്കെ നടക്കുന്ന പുന്നമടക്കായൽ. ഈ കായലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് വരുന്നതാണ്. അന്ന് ആ കുട്ടികളെ വിളിക്കുന്നത് എന്താണെന്നറിയോ, അക്കരയിൽ നിന്നുള്ള പിള്ളേരെന്നാണ് വിളിക്കുക. അക്കരയിൽ നിന്നുള്ള പിള്ളേരെന്താണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന കൃഷിക്കാരായിട്ടുള്ള കുട്ടികളാണ്, അവരുടെ മക്കളാണ്. ഈ പുലയ വിഭാഗത്തിൽപ്പെട്ട പറയ വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് ഈ വരുന്നത്. അവർ വന്നിട്ട് ഈ അവരുടെ ഈ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അവർ വളരെ മാറി നിന്ന് രഹസ്യമായിട്ടാണ് കഴിക്കുക. കാരണം എന്താ, മറ്റു കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ ഭക്ഷണം കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഈ ആഡംബര വിഭാഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈവ് കപ്പയൊക്കെ കാണാം. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കപ്പ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവൻ്റെ ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതൊക്കെ വളരെ രഹസ്യമായിട്ട് വെച്ചിട്ടാണ് ഇവർ കഴിക്കുക. ഇവർ വലിയ വിദ്യാഭ്യാസമൊന്നും നേടുകയില്ല കേട്ടോ. 4ാം ക്ലാസ് ആകുമ്പോൾ കൊഴിഞ്ഞു പോകും, 7ാം ക്ലാസ് ആകുമ്പോൾ കൊഴിഞ്ഞു പോകും. ഹൈസ്കൂളൊക്കെ കടക്കുന്നത് വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ്. അതേസമയം ആ അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നൊരു അധ്യാപകന് ആ കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കും? ഞാൻ ഞങ്ങളുടെ അധ്യാപകരുടെ സമീപനം കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളോടുള്ള ഈ അക്കരയിൽ നിന്ന് വരുന്ന പിള്ളേരോടുള്ള സമീപനം കണ്ടിട്ടുണ്ട്. ഇവന്മാരൊന്നും നന്നാനേ പോകുന്നില്ല എന്നുള്ള സമീപനമാണ്, ഇവരൊന്നും പഠിച്ചും വരാൻ പോകുന്നില്ല എന്നുള്ള സമീപനമാണ്. അതേസമയം ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പഠിച്ചിട്ട് പിന്നെ അധ്യാപകനായിട്ട് വന്നാൽ ഈ കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കും? അയാൾക്ക് ആ ദുഃഖങ്ങൾ അറിയാം, അയാൾക്ക് ആ പ്രശ്നങ്ങൾ അറിയാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ അവരുടെ മോശപ്പെട്ട അനുഭവങ്ങളും അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരട്ടെ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ സമയത്തും ട്രൈബൽ വകുപ്പ് ഭരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നോക്കക്ഷേമം ഭരിച്ചിട്ടുള്ളത് പിന്നെ ട്രൈബൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമല്ല. ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പിന്നെ SC/ST വകുപ്പ് ഏറെക്കാലം ഭരിച്ചിരുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് കെ കരുണാകരൻ നിർബന്ധപൂർവ്വ വകുപ്പെടുത്ത് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. എങ്കിലും ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഈ രാജ്യം കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യരെ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ആളുകൾ തന്നെ വന്ന് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ എളുപ്പമായിരിക്കും, അവർക്ക് ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത് ഈ ഉന്നത കുലജാതൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനൊരു വാക്കിപ്പോൾ നമ്മളുടെ പ്രയോഗത്തിലില്ല, നമ്മുടെ സാമൂഹ്യ രംഗത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ. അത് ശരിയുമല്ല. ലോകം തന്നെ ഒറ്റ കുലമാണെന്ന്, മനുഷ്യൻ ഒറ്റ കുലമാണ് എന്ന കൺസെപ്റ്റാണല്ലോ ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആധിപത്യത്തിലിരിക്കുന്നത്. 2 ജാതിയേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. മനുഷ്യൻ ഒറ്റ കുലവേ ഉള്ളൂ. ഈ കൺസെപ്റ്റിലേക്ക് ലോകം മാറിയിരിക്കുന്ന സമയത്താണ് ഉന്നത കുലജാതൻ വന്ന് ഭരിക്കട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ ഭരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം മുൻകൂർ തയ്യാറാക്കിയെന്ന് പറഞ്ഞല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോൾ അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം ഒരു പ്രതിലോമ ആശയമായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ വിഡ്ഢിത്തമാണ്, ചരിത്രപരമായ അറിവില്ലായ്മയാണ്, സാമൂഹ്യ ബോധമില്ലായ്മയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.